നമ്മുടെ നാടിൻ്റെ പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല പത്രങ്ങളുടെയും എഡിറ്റോറിയൽ കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗ ആദ്യ എഡിറ്റോറിയലാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 2 പത്രങ്ങളുടെയാണ് ഞാൻ പറഞ്ഞത്, മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ. അപ്പൊ ആ നിലയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ രൂപീകരിക്കുന്നതിൽ ഒക്കെ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചവയാണ് മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തെ ഇന്നത്തെ സമൂഹമാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. ആ പങ്ക് അവർ വഹിച്ചു പോന്നിട്ടുമുണ്ട്. പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ നാം കാണുന്നത്, ഇപ്പോൾ എല്ലാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള നയങ്ങളും പോളിസിയും, ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്ററുടെ ഉത്തരത്തിൽ ഉണ്ടായിരുന്നത്, ഇത് മാധ്യമത്തിൻ്റെ, ഞങ്ങളുടെ ചാനലിൻ്റെ നയം ഇതാണ്, അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ നാം കാണുമ്പോൾ സത്യത്തിന് സ്ഥാനമില്ലാത്ത കാലഘട്ടമാണെന്നുള്ളത് നാം പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അസത്യം, ഒരു വാർത്ത തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പിന്നീട് പറയുവാനുള്ള ഒരു ആർജവം ഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. വളരെ അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം കൂടി മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ മത്സരം വാസ്തവത്തിൽ നമ്മൾ സെൻസേഷണലൈസേഷൻ ഓഫ് ന്യൂസ് പറയും. വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യുക, മനുഷ്യന്റെ വൈകാരികതയെ മനുഷ്യരിൽ ഉദ്വേഗം ജനിപ്പിച്ചുകൊണ്ട്, ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് എത്ര മണിക്കൂറുകൾ നമുക്കൊരു വാർത്തയെ വിഷ്വൽ സ്പേസിൽ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതിലുള്ളൊരു മത്സരം വാസ്തവത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. അവിടെ സത്യത്തിന് വിലയില്ലാത്ത സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളുടെ നയം എഴുതുമ്പോൾ, നയം നിശ്ചയിക്കുമ്പോൾ സത്യം റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള നിലയിൽ ആ നയത്തിനുള്ളിൽ എഴുതി ചേർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് കൂടി ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. വാസ്തവത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഒരു മാധ്യമത്തെ മനസ്സിലാക്കണമെങ്കിൽ, മാധ്യമത്തിൻ്റെ വാർത്ത മനസ്സിലാക്കണമെങ്കിൽ, ആ മാധ്യമത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ, നിക്ഷേപ മൂലധനം ആരുടേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാധ്യമത്തിൻ്റെ നയത്തെയും താല്പര്യത്തെയും മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മാധ്യമത്തിൻ്റെ വാർത്ത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മാധ്യമ സാക്ഷരത വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടമാണിത്.